+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാം അടുത്ത് തുടങ്ങുകയാണ്. കാരണം ജൂൺ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറായി. ഇപ്പം എല്ലാവരും എക്സാമിൻ്റെ തിരക്കേറിയ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. എന്നിരുന്നാൽ കൂടെ എക്സാമിന് പോകുന്നേക്കാൾ മുൻപ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. അപ്പോൾ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്തുകൊണ്ട് മാത്രം എക്സാമിന് പോയിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട്. നമ്മളെ റെഗുലറായിട്ട് എൻക്വയറി ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം, പക്ഷേ ഏത് കോഴ്സ് എടുക്കണം എന്ന് അറിയില്ല എന്നുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആദിൽ സാറിന്റെ ഡി ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് തികച്ചും ഫ്രീ ആണ്. മാക്സിമം എല്ലാ സ്റ്റുഡൻസും അത് യൂട്ടിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു, എക്സാമിന് പോകുന്നേക്കാൾ മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ ആൻസേഴ്സ് നോക്കുന്നുണ്ടായിരിക്കും, അതിന് എത്ര മാർക്കാണ്, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ചെക്ക് ചെയ്യാത്തവരെ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നത് എന്നുള്ളത്. പല സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ ടൈമും അതുപോലെ ടോട്ടൽ മാർക്കും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പല പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് ഓൾമോസ്റ്റ് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 1 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ മനസ്സിലാവണം എന്നില്ല. ഇപ്പോൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ വീട്ടിലെ വേറെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ അങ്ങനെ പല തിരക്കുകൾക്കിടയിലായിരിക്കും നമ്മൾ ഈ പഠിക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്നതും. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു മോഡൽ എക്സാം നിങ്ങളായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പുറമേയുള്ള സ്റ്റുഡൻസിന് വേണ്ടി പറയുന്നതാണ്, നമ്മുടെ സ്റ്റുഡൻസ് ഒട്ടും ടെൻഷൻ ആവണ്ട. നമുക്ക് നെക്സ്റ്റ് മന്ത് ജൂൺ 2 മുതൽ 9th വരെ നമ്മുടെ മോഡൽ എക്സാം ആണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പുറമേയുള്ള സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മോഡലായിട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എഴുതുമ്പോൾ അത് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ എക്സാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾ ഇപ്പോൾ പുറമേയുള്ള സ്റ്റുഡൻസ് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ബോഡി പാർട്ട് കൺക്ലൂഷനൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് പഠിച്ചിട്ടുണ്ടായിരിക്കും, പല രീതിയിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എക്സാം പേപ്പറിലോട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നോക്കി നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആ ഒരു ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കണോ, ആ ടൈം മാനേജ്മെൻറ്റും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾക്കത് ബാധിക്കില്ല. അപ്പം അതും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ എക്സാം നിർബന്ധമായിട്ടും പുറമെയുള്ള സ്റ്റുഡൻസും നമ്മുടെ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്.
അപ്പോൾ മെയിൻ എക്സാം എഴുതുന്നതിനേക്കാൾ മുൻപ് മസ്റ്റായിട്ടും നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സോൾവ് ചെയ്ത് നോക്കണം. അപ്പം അതിന്റെ എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിരക്കാണ്, നമുക്കറിയാം. ബിസി ആയിട്ടുള്ളവരാണ് എല്ലാവരും. വീട്ടുജോലി, അതുപോലെ ജോലിക്ക് പോകുന്നവർ, വേറെ കോഴ്സ് ചെയ്യുന്നവരെ, ഇനിയിപ്പോൾ പിള്ളേരുടെ ക്ലാസ് തുടങ്ങാൻ, അങ്ങനെ പല തിരക്കുകളായിരിക്കാം എല്ലാവർക്കും ഉണ്ടായിരിക്കാം എന്നറിയാം. എന്നിരുന്നാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ 3 hours ആണ് വേണ്ടത്. ആ ഒരു 3 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെച്ച് മസ്റ്റായിട്ടും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു എക്സാം റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.